വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സുകാരനെ ഇരുട്ടുമുറിയിൽ ഇരുത്തിയതിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും പോലീസിനോടും റിപ്പോർട്ട് തേടി. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. സൂര്യശ്രീ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. സൂര്യശ്രീ, ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ പ്രതികരണമൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. എന്താണ് തുടർ നടപടികൾ? വിജയകുമാർ, തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയോട് സ്കൂൾ അധികൃതർ വൈകിയെത്തിയതിനെ തുടർന്ന് കാണിച്ച ക്രൂരതയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നടപടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെ നിലവിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിരിക്കുന്നതെന്ന് പറയാം. സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഒപ്പം തന്നെ പോലീസിനോടും അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ട് അടിയന്തരമായി തന്നെ സമർപ്പിക്കണം. ബാലാവകാശ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ സ്കൂൾ ഇന്ന് സന്ദർശിച്ചിരുന്നു, റിപ്പോർട്ടുകൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിലവിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനോടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നത്. നമ്മൾ 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടിരുന്നത്. ഈ കുട്ടിയോട്, ഈ വൈകിയെത്തിയ കുട്ടിയോട്, എട്ടരയ്ക്കെത്തിയ കുട്ടിയെ 5 മിനിറ്റ് സൂര്യശ്രീ, വളരെ വിശദമായി തന്നെ നമ്മൾ ഈ വാർത്താ പകലിൽ ഇത് ഫോളോ ചെയ്തതാണ്. അതിലിപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിനോട് പോലീസിനോട് ഒക്കെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത്.